പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഈ പാരഡി ഗാനം അന്വേഷിക്കാൻ പരാതി കൊടുത്തിരിക്കുക DGPക്ക്. DGP അത് താഴെത്തട്ടിലേക്ക് കൊടുത്തു, അന്വേഷണം ആരംഭിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഒരു പാരഡി ഗാനം കേട്ടാൽ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇതിലും വലുത് വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അതൊരു പാരഡി ഗാനം മാത്രമാണെങ്കിൽ സാരമില്ല. കാരണം പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാർ, ശബരിമല സീസണാണ്. അപ്പോൾ ആ ഒരു സീസണെ തന്നെ അവഹേളിച്ചുകൊണ്ട് ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമാണ് അത്തരമൊരു അവഹേളനം ഉണ്ടായതെങ്കിൽ ഈ പ്രതിപക്ഷവും BJP ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിപ്പോൾ പ്രതിപക്ഷം ഇടപെട്ട് ഒരു പാരഡി ഉണ്ടാക്കുന്നു. അതിൽ ശബരിമല അയ്യപ്പൻ്റെ ഒരു ശരണം വിളി വരുന്ന ഒരു ഗാനം, ശരണഗാനം, അതിനെ എടുത്ത് പാരഡിയാക്കുന്നു. ആ പാരഡിയാക്കുന്നത് ഇവിടെയല്ല, ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിദേശത്ത് നിന്നും വന്ന ഒരു പാരഡി എഴുത്താണത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. സംസ്ഥാനത്തെ മത സാമുദായിക ആ ഒരു ഹാർമണിയെ തകർക്കാനുള്ള ശ്രമം എന്ന് വേണമെങ്കിൽ അതിന് കാണാം. അതുകൊണ്ട് തന്നെയാണ്, കാരണം അയ്യപ്പ ശബരിമലയിലെ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഇത് കേട്ടിട്ട് അയ്യപ്പൻ്റെ വിശ്വാസത്തോടുള്ളൊരു അവഹേളനം പോലെ തോന്നുന്നെന്ന് പലരും പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ക്ഷേത്ര അവകാശ സമിതിക്കാരും ഒക്കെ ചേർന്നിട്ട് അതിനെതിരെ DGPക്ക് നേരിട്ട് പരാതി നൽകിയതും DGP അത് ADGPക്ക് കൈമാറിയിരിക്കുന്നത്. ഇതൊരു കാരണം ഒരിക്കലും ഇതിനകത്ത് ആ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അതിനകത്ത് ഒരിക്കലും അയ്യപ്പനെ കുറിച്ച് പറയുന്നില്ല, അതിനകത്ത് വേറൊന്നും കുറിച്ച് അതിനകത്ത് പറയുന്നില്ല. അതിനകത്ത് സ്വർണം ചെമ്പാക്കിയെ പോറ്റിയെ കേറ്റിയെ എന്ന് അത് വളരെ രസകരമായ ഒരു പാരഡി ഗാനമാണ്. ഇത് പാരഡി ഗാനം തന്നെയാണ്. ഇപ്പൊ അങ്ങനെ പാരഡി ഗാനത്തിന് കേസെടുക്കാനാണെങ്കിൽ അങ്ങനെ എത്രയോ പാരഡി ഗാനത്തിന് കേസെടുക്കാൻ പറ്റും. ഇത് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ, ഇതൊരു വർഗീയമായി ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊരു മതവികാരത്തെയും വ്രണപ്പെടുത്തുന്ന ഒരു പാട്ടല്ല. ഈ പാട്ട് ഇവിടുത്തെ BJPക്കാർ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDF മാത്രമല്ല, UDFും NDAയും ഒരുപോലെ ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് ഇപ്പം ഒരു യഥാർത്ഥത്തിൽ ഇതൊരു വർഗീയ വഴിയിലേക്ക്, അതിന്റെ ഒരു പാതയിലേക്ക് വഴിതിരിച്ചു വിടുന്നത് ഈ സംഘടനയും സർക്കാരുമാണ്, അല്ലെങ്കിൽ LDF ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? അല്ല, വിഷയം ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ വർഗീയതയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. അങ്ങനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് ഇത്തരം ഈ ഒരു ശബരിമല സീസൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തീർത്ഥാടനം വളരെ കൃത്യമായി ഒരു തടസ്സവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം മൊത്തത്തിൽ ഇത്തരമൊരു പാരഡി ഇറക്കിയതിൻ്റെ പിന്നിൽ ഒരു വർഗീയ പ്രീണനം തന്നെയാണ്. വർഗീയ പ്രീണനം എന്നാൽ ഒരു വർഗീയപരമായി ഒരു വേർതിരിവുണ്ടാക്കുക, ഒരു കളിയാക്കൽ. ആ കളിയാക്കലിനെ കേരളത്തിലെ പല കോണുകളിൽ നിന്നുമുള്ള സാംസ്കാരിക നയന്മാരടക്കമുള്ളവർ അത് കേട്ട് പ്രതിഷേധിച്ച് ഇത്ര തരംതാണു പോയോ ഒരു പാരഡി ഗാനം എന്നുവരെ ചോദിച്ചൊരു വേളയിലാണ് അതിനെതിരെ പ്രതികരിക്കാൻ ഒരു സംഘടന തീരുമാനിച്ചതും അവരിപ്പോൾ DGPക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തത് അത് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് അത് അന്വേഷിച്ച് അത് വർഗീയ വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ല എന്ന് പോലീസ് കണ്ടെത്തണം. ഈ പാരഡി ഗാനത്തിനെതിരെ പറയുന്നവർ പോലും ഇത് കേട്ട് ആസ്വദിച്ചിട്ടാണ് അവർ പരാതി പറയുന്നത്. ഇത് ഒന്നും ഒരു പരാതിയായി എടുക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പണം മുടക്കിയോ ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കാനോ ഇതൊന്നും അല്ല ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടത്. ഇതൊരു പാരഡി ഗാനം മാത്രം. ഈ ഗാനത്തിനെ എന്തിനാ ഇത്ര പർവ്വതീകരിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അല്ലാതെ BJPക്കാർ കൊടുത്തത് കാരണം BJPക്കാർ അത് ഈ പാരഡി ഗാനം അവർ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് അവർ എന്ത് വേലത്തിലും ചെയ്യുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അതുപോലെയല്ല സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ നിയന്ത്രിക്കുന്ന മുന്നണി, ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യമായ ചില മതേതര സ്വഭാവത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ക്രിസ്മസ് പുതുവത്സര വിരുന്ന് തന്നെ ഇവിടെ സംഘടിപ്പിച്ചത്. അതിൽ എല്ലാ മത സാമുദായിക സംഘടന നേതാക്കന്മാരെ ക്ഷണിച്ചിരുന്നു. അവർ ഭൂരിഭാഗം പേരും ക്രൈസ്തവ നേതാക്കന്മാരുണ്ടായിരുന്നു, ഇസ്ലാം മത പുരോഹിതന്മാരുണ്ടായിരുന്നു, ഹിന്ദു മതത്തിൽപ്പെട്ട ചില പ്രമുഖരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ പല ക്രിസ്മസ് അടക്കം പല വിശുദ്ധവാരമടക്കം പല ചടങ്ങുകൾ നടക്കുന്നൊരു മാസമാണ് ഈ വർഷാന്ത്യത്തിലെ ഈ ഡിസംബർ. ആ ഡിസംബർ മാസത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കേരളത്തിൽ ഉയർന്നു വന്നാൽ അത് കൂടുതൽ മറ്റ് മത ചടങ്ങുകൾ നടക്കുമ്പോൾ അവരെയും ഇതുപോലെ പാരഡിയിലൂടെയൊക്കെ കളിയാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം. എന്തായാലും പരാതി കൊടുത്തത് ആരായാലും ശരി തന്നെയാണ്. അത് എന്തായാലും ഇടതുമുന്നണി കൺവീനർ അല്ല പോയി പരാതി കൊടുത്തിരിക്കുന്നത്.
അത് ഈ വിശ്വാസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്. അപ്പോൾ വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന സംഘടനയ്ക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. തീരുമാനം പറയട്ടെ. DGP ഇപ്പോൾ ADGP ക്യാമറയ്ക്കാണല്ലോ ഇത് എവിടുന്നാണ് ഈ പാട്ട് എഴുതിയത്, ആരാണിത് പാടിയത്, എന്താണ് ഇതിന് പിന്നെ ചേതവികാരം, ആരാണ് ഇതിന് സംഗീതം നൽകിയത്, എന്തിനാണ് ഇങ്ങനെ ഒരു പാട്ട് ഇറക്കിയത് എന്ന് അവർ പറയണ്ടേ. ഇവിടെ ഈ നാട്ടിൽ ഒരുപാട് പാരഡി ഗാനങ്ങൾ, സിനിമാ പാട്ടുകൾ ഇറങ്ങുമ്പോൾ അതിന് പാരഡി ഗാനങ്ങൾ ഇറങ്ങാറുണ്ട്. ഇതുപോലൊക്കെ ഒത്തിരി പാരഡി ഗാനങ്ങൾ ഇറങ്ങാറുണ്ട്. ഇതിനൊക്കെ ഇത്രയും പർവ്വതീകരിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇതൊരു തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ ആക്കം അത് ഇവരെ വല്ലാതെ അലട്ടുന്നു. അതിനെ നേരിടാൻ എന്തെങ്കിലും ഒരു കുറുക്കു വഴി, അതാണ് ഈ പരാതിയുടെ പിന്നിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കങ്ങനെയാ തോന്നുന്നത്. ഇതൊരു നിസ്സാരമായ ഒരു സംഭവമായിരുന്നെങ്കിൽ BJP-ക്കാർ കൊണ്ടുവന്ന ഒരു പാരഡിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ BJP-ക്കാർ വ്യാപകമായി പ്രചരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുമ്പിൽ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷ MP-മാർ നിരന്നു പാടി ഈ പാട്ട്. എന്തിനായിരുന്നു? PC വിഷ്ണുനാഥ് വളരെ ആവേശത്തോടെ ഇവിടെ ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് പാടി. അപ്പോൾ BJP-യുടെയും കോൺഗ്രസിന്റെയും അവിടെ പ്രചരണത്തിന് വേണ്ടി അവർ ഒരുമിച്ചിറക്കിയ പാരഡിയാണോ ഇത്? അത് അങ്ങനെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. BJP-യുടെ പാരഡി കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു പാർട്ടിക്കാർ കൊണ്ടു നടക്കുന്ന ഒരു പാരഡി ഗാനം അത് ഇടതുപക്ഷം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ളിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.